ഓക്കെ, നമ്മളപ്പോൾ ഒരു കിച്ചണാണ് പിന്നെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ക്ലയൻറ്റ് നമുക്ക് PDF ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ക്ലയൻറ്റ് നമുക്ക് PDF ആണ് തന്നിട്ടുള്ളത്. അത് ഡെസ്ക് ടോപ്പിലോട്ട് ഇതാണ് ക്ലയൻറ്റ് തന്നിട്ടുള്ള പ്ലാന്, PDF ഫയലാണ്. അപ്പോൾ നമുക്കിതിനെ പിന്നെ ഇപ്പോൾ ഒരു കിച്ചൺ മാത്രമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ AutoCAD ഫയലിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നേരെ മറിച്ച് ഒരു ഫുള്ള് പിന്നെ വാള് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് നോക്കി വരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് ഇമേജ് ആയി കൊണ്ട് പോയിട്ട് വരക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ AutoCAD ഓപ്പൺ ചെയ്യാം. AutoCADിനകത്ത് പിന്നെ AutoCAD വെച്ചിട്ട് ഈ ഒരു PDF നമ്മൾ AutoCAD ഫയലാക്കി മാറ്റിയിട്ട് വേണം നമ്മൾ സ്കെച്ചപ്പിലോട്ട് കൊണ്ടുവരാൻ. അതിനകത്ത് AutoCAD ഓപ്പൺ ചെയ്തിട്ട് ന്യൂ അടിക്കുക, ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് ഈ ഒരു AutoCADിൻ്റെ ലോഗോൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഇമ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ PDF പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള PDF ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിവിടെ ഇമ്പോർട്ടായിട്ട് വരും. അതിനുശേഷം ഇതൊന്ന് സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് സേവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് AutoCAD ക്ലോസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മളെ സ്കെച്ചപ്പിലോട്ട് വന്നിട്ട് ഞാൻ ടൂൾസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ജസ്റ്റ് പറയുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ടൂൾസ് കാര്യങ്ങളൊക്കെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും പറയുന്നില്ല. നമ്മൾ നേരെ ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള AutoCAD ഫയൽ നേരെ സ്കെച്ചപ്പിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടാവും. ഇമ്പോർട്ടായി വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇമ്പോർട്ടായി വന്നിട്ട് ഇത് ക്ലോസ് അടിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സൈസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പ്ലാനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയൻ്റെ സൈസ് നമ്മൾ മെഷർമെൻറ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 360 അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ബൈ ചാൻസ് ഇതിപ്പോൾ കറക്റ്റ് 360 തന്നെയാണ്. ബൈ ചാൻസ് ഇത് 360 അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിനകത്ത് ഞാൻ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ചെറുതാക്കാൻ വേണ്ടി സ്കെയിൽ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്കെയിൽ ടൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം, ഇതാണ് സ്കെയിൽ ടൂൾ വരുന്നത്. നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ ഈ ഒരു പ്ലാനാണ് ഞാൻ ചെറുതാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. കീബോർഡിനകത്ത് S അടിച്ച് കഴിഞ്ഞാലും ആ ടൂൾ തന്നെയാണ് വരിക. അതിൻ്റെ ഷോർട്ട് കട്ട് S ആണ്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർണറുകൾ ഇങ്ങനെ കാണും നമുക്ക്. അപ്പോൾ ഈ കോർണറിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇട്ടായി കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കെയിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്ലാന് ജസ്റ്റ് സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോഴത്തെ നോക്കുമ്പോൾ 160 ഉള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ്. ഇപ്പം നമ്മൾ ആക്ച്വൽ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ 360 സൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈസ് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാന്ന് ചെയ്യുന്നത്, ഇതിപ്പോൾ ഒരു ഗ്രൂപ്പാണ്. നമ്മളെ പ്ലാന് ഇമ്പോർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ത്രിബിൾ ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഈ ടൂൾ കണ്ടോ, ഒരു ടാപ്പ് ടൂള്. അതിൻ്റെ ഷോർട്ട് കട്ട് T ആണ്. കീബോർഡിൽ T അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ട് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്ലിക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ക്ലിക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറെ ഒന്നും പ്രസ് ചെയ്യാതെ കീബോർഡിനകത്ത് 360 സെൻറ്റിമീറ്ററിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബെഡ്റൂം 360 ആയതുകൊണ്ട് 360 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണോ എന്ന് ചോദിച്ചാണ്ട്. അപ്പോൾ S അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് 360 മാറിയിട്ടുണ്ടാവും. ഇത് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും. ഓക്കെ, ഇത് കണ്ടോ, അതിപ്പോൾ 360 മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ കേസിൽ കിച്ചൺ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കിച്ചൺ മാത്രമേ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യുന്നുള്ളൂ. പിന്നെ എപ്പോഴും സേവ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ സേവ് കൊടുക്കണം. അതിന് ശേഷം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൺട്രോളേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. കീബോർഡിനകത്ത് കൺട്രോളേഴ്സ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. അത് അല്ലെങ്കിൽ ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അതിന് അവസരം കൊടുക്കാതെ മാക്സിമം എപ്പോഴും കൺട്രോളേഴ്സ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. അതൊരു പ്രാക്ടീസായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തിട്ടുള്ള പിന്നെ ഈ ലൈനുകൾ കണ്ട്, ഈ ഡോട്ടർ ലൈന്, അത് നമുക്ക് ഡിലീറ്റ് ആക്കണം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ആക്കാം.
അപ്പോൾ കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഡിലീറ്റ് ആക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എഡിറ്റിൽ വരിക, അവിടെ ഡിലീറ്റ് ഗൈഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോയിക്കോളും. അതിനുശേഷം പിന്നെ നമുക്ക് കിച്ചൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കിച്ചണിനകത്ത് ഫർണിച്ചർ ലേഔട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ നമ്മളോട് ക്ലയൻറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് അവർക്ക് പ്രൈവസി ആയിട്ട് തന്നെ വേണം, പ്രൈവസി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം എന്നാണ് നമ്മളോട് റിക്വയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഒന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എഴുതി വെക്കുകയൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇവിടെ വാട്ടർമാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വാൾ വരച്ച് തുടങ്ങാം. വാൾ വരയ്ക്കാനായിട്ട് നമുക്ക് പിന്നെ ഈ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷേപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഈ ഷേപ്സിനകത്ത് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് 4 ഓപ്ഷൻസ് ഉണ്ട്. റെക്റ്റാങ്കിൾ, റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ, സർക്കിൾ, പോളിഗൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ വാൾ വരയ്ക്കാൻ വേണ്ടത് റെക്റ്റാങ്കിളാണ്. ഈ വാൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഡയറക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ കീബോർഡിനകത്ത് 6 അടിച്ച് കഴിഞ്ഞാലും അത് വരും. എന്നിട്ട് നമുക്ക് ഈ വാൾ ട്രേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, വിൻഡോ മാർക്ക് ചെയ്യുക. ഈ ഡോറിൻ്റെ ഭാഗം നമുക്ക് ശരിക്കും ഇത് വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡോറിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഏരിയയും വരയ്ക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് തൽക്കാലം അതവിടെ ഒഴിവാക്കിയിട്ട് തന്നെ ഇടാം, ആ ഒരു ഏരിയ. അത് വേണ്ട, തൽക്കാലം വരയ്ക്കുക നമുക്ക്. അതിനുശേഷം നമുക്കിതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ ഈ വരച്ച റെക്റ്റാങ്കിൾസ് മാത്രം സെലക്ട് ആവും. അതായത് ലെഫ്റ്റിൽ നിന്ന് നേരെ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ആവും. നേരെ മറിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് സെലക്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരക്കുമ്പോൾ ഏതൊക്കെ സാധനത്തും അതല്ലെങ്കിൽ ഏതൊക്കെ മെഷും അതല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ടച്ച് ആവുന്നുണ്ടോ അതൊക്കെ സെലക്ട് ആവും. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരക്കുമ്പോൾ ഇത് മാത്രം സെലക്ട് ആവും. നേരെ മറിച്ച് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാകുമ്പോൾ കംപ്ലീറ്റ് സെലക്ട് ആവും. അതാണ് സെലക്ഷൻ ടൂൾ വരുന്നത്. എനിവേ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് എ ഗ്രൂപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് നമ്മൾ പിന്നെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാ സംഭവവും ഗ്രൂപ്പ് ചെയ്തിട്ട് തന്നെ പോവാവും നല്ലത്. കാരണം നമുക്ക് പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാൻ വയ്ക്കില്ല എന്നല്ല, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഗ്രൂപ്പ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സാധനം മാത്രം ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്കിതിനെ ക്ലീൻ ചെയ്യണം. അനാവശ്യമായിട്ടുള്ള ലൈനുകളൊക്കെ ഡിലീറ്റ് ആയി കളയണം. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വാളായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലൈന് വരുന്നുണ്ട്, കണ്ടോ? ഈ ലൈന് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ഡിലീറ്റ് ആക്കുക. പിന്നെ ഇവിടെ ഒരു ലൈന് വരുന്നുണ്ട്, അതും ഡിലീറ്റ് ആക്കുക. ഇതൊക്കെ പിന്നെ ഇവിടെ നിന്നോട്ടെ. അതിനുശേഷം നമുക്കിതിനെ വാള് ഹൈറ്റ് പുഷ് ചെയ്യണം. അതിനകത്ത് ഇവിടെ നമ്മളെ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ പുഷ് ആൻഡ് പുള്ള് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. പി ആണ്. പി അടിക്കുക. പി അടിച്ച് കഴിഞ്ഞാൽ ആ ഇത് വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വർക്കിങ്. ഓക്കെ, മുകളിലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ അങ്ങനെ വരും. മുകളിലോട്ടും താഴോട്ടും എന്നല്ല, ഏത് ഏരിയയിലോട്ടും വർക്ക് ചെയ്യും പുഷ് പുള്ള്. അപ്പോൾ നമുക്ക് വാളിൻ്റെ ഹൈറ്റ് ഒരു 300 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് വേറെ ഒന്നും പ്രസ് ചെയ്യാതെ കീബോർഡിനകത്ത് 300 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് 300 മാറും. പിന്നെ ഇപ്പോൾ പിന്നീട് ഇത് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് പൊന്തിച്ച് വെച്ച് 300 ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് പിന്നെ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എൻഡ് പോയിന്റ്, ഈ ഒരു വാളിൻ്റെ ടോപ്പ് ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗം അതായത് ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റിലോട്ട് മാറും. ഓക്കെ, ഒരു ഓപ്ഷൻ അതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓട്ടോകാർഡിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ഷൻ തന്നെ വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളിത് 300 സെൻറ്റിമീറ്റർ ഹൈറ്റിലോട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് 300 ഹൈറ്റ് വരും. ഓക്കെ, ഇങ്ങനെയാണ് അതവിടെ വരുന്നത്.
പിന്നെ ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ തൽക്കാലം ഒരു 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ ഹൈറ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നിലവിൽ കൊടുക്കുന്നത്. 1 മുതൽ 1:10 വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വിൻഡോ 1:10 ആയിരിക്കും വരിക, കിച്ചൺ വിൻഡോ ആയതുകൊണ്ട്. ഇത് 1:10 സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1:10 അതവിടെ കിട്ടും. പിന്നെ നമുക്ക് ഈ മുകളിൽ ഈ ഏരിയ കവർ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഭാഗം മാത്രം സെലക്ട് ആവും. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാകുമ്പോൾ കംപ്ലീറ്റ് സെലക്ട് ആവും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഭാഗം മാത്രം സെലക്ട് ആവും. അതിനുശേഷം ഇവിടെ ഒരു മൂവ് ടൂൾ ഉണ്ടാവും. ഇതാണ് മൂവ് ടൂള്. ഓക്കെ, ഇത് ചിലപ്പം മുകളിൽ ഈ ടൂൾസ് കാര്യങ്ങൾ ചിലപ്പം എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ചില കേസിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എവിടെയാണെങ്കിലും അത് നോക്കിയാൽ മതി, ഈ മൂവ് ടൂൾ ഉണ്ടാവും. അതല്ലെങ്കിൽ കീബോർഡിനകത്ത് എം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂവ് ടൂൾ ആക്റ്റീവായിട്ട് വരും. അതിനുശേഷം ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് മുകളിലോട്ടും താഴോട്ടും ആക്കുമ്പോൾ അത് മൂവ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോപ്പിയാണ്. അതായത് കീബോർഡിനകത്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി മാത്രം കിട്ടും നമുക്ക്. ഓക്കെ, ഈ കോപ്പി പ്രസ് ചെയ്തിട്ട് താഴോട്ട് അലൈൻമെൻറ്റ് തെറ്റരുത്. ഇപ്പോൾ ഈ ഒരു കോർണറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ താഴോട്ട് വെക്കുക, ലൈന് തെറ്റാതെ നേരെ താഴോട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിനകത്ത് 90. ഇപ്പോൾ ഈ 90 സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡൽ ലെവലാണ്. അതായത് താഴ്ന്ന് 2:10 ഹൈറ്റിലോട്ടുള്ള 2:10 എടുത്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് 93 മീറ്റർ. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെ കണക്ട് ചെയ്യണം. ഇതിനെ കണക്ട് ചെയ്യാൻ നമ്മൾ പി അടിച്ചിട്ട് പുഷ് പുൾ എടുക്കുക, അവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് വെക്കുക, എല്ലാ ഏരിയയും കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാ ഏരിയയും കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ലൈനുകൾ കണ്ടില്ലേ, ഈ ലൈനുകൾ ഡിലീറ്റ് ആക്കാൻ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എറൈസർ ടൂൾ ഉണ്ടാവും, എറൈസർ എന്ന് പറഞ്ഞിട്ട് ടൂൾ ഉണ്ടാവും. അതല്ലെങ്കിൽ കീബോർഡിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ആക്റ്റീവായിട്ട് വരും. അതിനുശേഷം അനാവശ്യമായിട്ടുള്ള എല്ലാ ലൈനുകളും നമ്മൾ ഡിലീറ്റ് ആക്കുക. ഓക്കെ, ഇത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യണം. അതാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള ആ ഒരു പ്രോജക്റ്റിൻ്റെ ആ ഒരു നീറ്റ്നെസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യണം. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ടെക്സ്ചറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാൾ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് ഫൗണ്ടേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. ഈ ഒരു എൻ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ കൊടുന്ന് അവസാനിപ്പിക്കുക. അതിനുശേഷം വീണ്ടും പി അടിച്ച് പുഷ് പുൾ എടുത്തിട്ട് നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ട കൊടുക്കുക. ഇത് ഇൻറ്റീരിയർ ആയതുകൊണ്ട് വിഷയമില്ല. എക്സ്റ്റീരിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിലവിലൊരു 60 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതോടെ വരിക. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ചെറിയ വിൻഡോ 3 പാളി വിൻഡോ ആണ്. അപ്പോൾ നമുക്കിതിനെ 4 പാളി ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ വിൻഡോ നിലവിലുള്ള വിൻഡോ ഞാനെപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ അതാകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ പ്രോജക്റ്റിലും യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പിന്നെ കോമ്പോണൻ്റ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോമ്പോണൻ്റ് എന്താണെന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എത്ര കോപ്പി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എഡിറ്റ് ആവും. ഇപ്പോൾ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും ഡിലീറ്റ് ആവും. അതാണ് കോമ്പോണൻ്റ് ചെയ്താലുള്ള ഉപകാരം. അപ്പോൾ ഇതിപ്പോൾ ഈ കോമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് യുണീക്ക് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഈ ഫയലിൽ തന്നെ അതിൻ്റെ കോപ്പി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു 4 കള്ളി ജനലാക്കുക നമുക്കിതിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 മീറ്റർ 200 സെൻറ്റിമീറ്റർ അടിച്ചു. ഈ ഒരു പീസ് സെലക്ട് ചെയ്തിട്ട് മൂവ് ടൂൾ അടിച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിന് ശേഷം ഈ 3 പീസ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, പക്കായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറേഞ്ച്മെൻറ്റിൽ ചെയ്തിരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പാളി സെലക്ട് ചെയ്യുക, അതിൻ്റെ ഗ്രില്ലും സെലക്ട് ചെയ്തിട്ട് ഈ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ കൊടുന്ന് വെക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ഈ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കൊടുന്ന് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിനകത്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. ആ കോപ്പി അവിടെ കൊടുന്ന് വെക്കുക. പിന്നെ അപ്പോൾ ഇത് 4 പാളി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇത് പ്രോപ്പറായിട്ട് തന്നെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിക്കൊന്നും നിൽക്കേണ്ട ആവശ്യം അപ്പോൾ അവിടെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ കാണിക്കുകയാണ്. ജസ്റ്റ് 2 മീറ്ററാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ Ctrl+C അടിച്ച് കോപ്പി ചെയ്തു നമ്മളെ പ്രോജക്റ്റിൽ വന്നിട്ട് Ctrl+V അടിക്കുക. അപ്പോൾ അതിവിടെ വരും. ഓക്കെ, അതിനെ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ടൂൾ അടിക്കുക. കീബോർഡിനകത്ത് മൂവ് ടൂൾ എടുത്തിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുന്ന് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കീബോർഡിനകത്ത് വരും. അതിന് ഏതെങ്കിലും ഇപ്പം ഈ ഒരു പോയിന്റിനെ കണക്കാക്കിയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ ഈ ആക്സിസ് ശ്രദ്ധിക്കണം, അതായത് ഇതിൻ്റെ കളറ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ വരിക. നേരെ മറിച്ച് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ വരിക എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട റൊട്ടേഷൻ കറക്റ്റ് നോക്കണം. അതിപ്പോൾ നമുക്ക് എത്ര ആക്കിയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കീബോർഡിനകത്ത് അപ്പാരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലൂ ആയിട്ട് വരും. അതായത് ഈ ലൈന് നോക്കിയാൽ മതി. ഈ ലൈന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് റെഡ് കാണുന്നുണ്ട്, ഗ്രീന് കാണുന്നുണ്ട്, ബ്ലൂ കാണുന്നുണ്ട്. നമ്മൾ സാധാരണ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ബ്ലൂ ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുന്ന് വെക്കുക. ഈ ബ്ലൂ ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂ വരും. ഞാൻ അവിടെ കൊടുന്ന് വെച്ചിട്ട് ബ്ലൂ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പാരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ വരും. ഒരു സിംഗിൾ ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ പിടിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി കറക്റ്റ് അലൈൻമെൻറ്റ് തെറ്റാതെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ക്ലിക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആ പോയിന്റ് സെലക്ട് ചെയ്ത് കിട്ടും. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ റൊട്ടേഷൻ ആയിട്ട് വരും. ഇത് 50 സെൻറ്റിമീറ്റർ ആണ് ഈ വിൻഡോ വരുന്നത്. നമ്മളിവിടെ 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സ്കെയില്. അപ്പം നമുക്ക് നമ്മളെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്ക് വിൻഡോ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വിൻഡോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് രണ്ട് കള്ളി വിൻഡോ ആണ്. രണ്ട് കള്ളി വിൻഡോ ആണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു കോർണർ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് വെക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക. തൽക്കാലം ഞാൻ ഇതും ഉഡായിപ്പിലൂടെ സ്കെയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. കാരണം ക്ലയൻറ്റ് മെഷർമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ ഒരു ഡോറാണ് വരുന്നത്. ഓക്കെ, ഡോർ ഇമ്പോർട്ട് ചെയ്യുക. ഈ ഡോറ് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇപ്പം ഹാൻഡിൽ കാര്യങ്ങൾ വരുന്നത് ഇവിടെ അല്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഡോർ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ ടൂൾ എടുക്കുക. സ്കെയിൽ ടൂൾ എടുക്കുമ്പോൾ അതിൻ്റെ പോയിന്റുകൾ ഇങ്ങനെ കാണില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിന് ശേഷം കീബോർഡിനകത്ത് -1 അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അപ്പുറത്തേക്കും കറക്റ്റ് സ്കെയിൽ മാറാതെ മൂവായി കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാവും. ഓക്കെ, അതുപോലെ തന്നെ ഇതും ഇവിടെയും കുറച്ച് മാറ്റാനുണ്ട്. സെലക്ട് ചെയ്യുക, -1 അടിച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് മൂവ് ആവും. അതിനുശേഷം അത് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ കോപ്പി എടുക്കുക. അതായത് മൂവ് ടൂൾ എടുക്കുക, Ctrl പ്രസ് ചെയ്യുക, കോപ്പി എടുക്കുക, സ്കെയിൽ ടൂൾ എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. 90 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 90 കിട്ടും. അതായത് റൊട്ടേറ്റ് ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊടുന്ന് വെച്ചിട്ട് കീബോർഡിനകത്ത് 90 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 90 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കീബോർഡിന് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് വരും. ഞാൻ സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് പിന്നെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പിന്നെ വാള് കാര്യങ്ങൾ, ഫ്ലോർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ ക്യാബിനറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ജസ്റ്റ് അളവൊന്നും നോക്കിക്കോളുണ്ട്. ചിലപ്പം പ്ലാനിൽ കറക്റ്റ് ആയിരിക്കും, ചിലപ്പം വാല്യൂ മാറ്റണ്ടാകും. നമ്മൾ 2 അടി 60 സെൻറ്റിമീറ്ററിൻ്റെയാണ് സ്ലാബ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഈ ടാപ്പ് ടൂൾ എടുക്കുക, മാർക്ക് ചെയ്യുക. അതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരയ്ക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതിന് ശേഷം മേക്ക് എ ഗ്രൂപ്പ് അടിക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള ലൈന് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കുക. ഒരു 80 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ഡിപ്പെൻഡിങ് ആണ്
നമ്മളിപ്പോൾ ഒരു 80 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ താഴെ വരുന്ന 2 ലൈന് സെലക്ട് ചെയ്യുക. ഓക്കെ, 2 ലൈന് സെലക്ട് ചെയ്തിട്ട് മൂട്ടിൽ കൊടുക്കുക. അതിനൊരു 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പുഷ് ചെയ്യുക, മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം പി അടിച്ച് പുഷ് പുൾ ടൂൾ എടുത്തിട്ട് ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യുക, ഒരു 5 കൊടുക്കുക. ഇതിനും ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. നമ്മളിവിടെ നിൽക്കുമ്പോൾ കാല് അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്ലഗിനുണ്ട്, സെലക്ട് ഇൻ ഐസൊലേറ്റ് പറഞ്ഞിട്ട്. ഓക്കെ, ഐസൊലേറ്റർ റിവീൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലഗിനുണ്ട്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആ ഒരു സംഭവം മാത്രമാക്കി ഇപ്പോൾ വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒറ്റക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഞാനത് ഇവിടെ Ctrl+Q ഷോർട്ട് കട്ട് അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് എടുക്കുക. അതിന് ശേഷം ഒരു 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കാൻ, ഐ മീൻ സ്ലാബ് കാണിക്കണം. അപ്പോൾ സ്ലാബ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഐ മീൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലെ ഈ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു ഏരിയ സെലക്ട് ചെയ്യുക, മൂവ് എടുക്കുക, 2 സെൻറ്റിമീറ്റർ താഴോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ആയിട്ട് വരും. അതിന് ശേഷം പി അടിക്കുക. അതായത് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് പി അടിച്ചിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഏരിയ 2 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടും. അത് ഡോറ് കൊടുക്കാനുള്ളൊരു ഏരിയയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുക. Ctrl+C അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പി കിട്ടും. അതിനുശേഷം ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് വരിക. ഇത് ശ്രദ്ധിക്കണം, ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പോന്നിട്ട് വീഡിയോ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് ഇൻ പ്ലേസ് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഈ പേസ്റ്റ് ഇൻ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള സർഫസ് അവിടെ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ നമുക്കൊരു 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഈ ലൈന് സെലക്ട് ചെയ്തിട്ട് മൂട്ടർ കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലൈന് സെലക്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എൻ പോയിന്റിലോട്ട് കൊടുന്ന് വെക്കുക. അതിനുശേഷം കീബോർഡിനകത്ത് നമ്മളെ സ്ലാഷ് അടിക്കുക. അതിനുശേഷം നമുക്ക് എത്ര പീസാണോ വേണ്ടതെന്നുള്ളത് കൊടുക്കുക. അതായത് ഇപ്പോൾ 2 ഡോറ് 3 ഡോറ് 4 ഡോറ് അങ്ങനെ കാണിക്കൂലേ, അത് കൊടുക്കണം. അതായത് സ്ലാഷ് അടിച്ചിട്ട് 4 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 4 ഡോറ് കിട്ടും. 1 2 3 4. ഓക്കെ, 3 കൊടുത്ത് സ്ലാഷ് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ഡോറ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു 4 ഡോറൊക്കെ കറക്റ്റ് സൈസായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഡോറ് 42 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ലൈന് സെലക്ട് ചെയ്യുക. മുകളിലത്തെ ലൈന് സെലക്ട് ചെയ്തിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ താഴോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു ഡോറും ഈ സ്ലാബും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈന് സെലക്ട് ചെയ്യുക. ഈ ഒരു ലൈന് സെലക്ട് ചെയ്തിട്ട് ഇതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു 0.3 കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 0.25 കൊടുക്കുക. അതായത് 2 ഡോറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 0.25 കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഇതിങ്ങനെ സെലക്റ്റായി എടുക്കല്ലേ, എല്ലാതും കൂടി ഇങ്ങനെ സെലക്റ്റായി എടുക്കുകയാണല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ജോയിൻ്റ് ആയി എടുക്കുന്ന ഭാഗം എറേസ് ടൂൾ എടുത്തിട്ട് എറേസ് ചെയ്യുക. ഇതും എറേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊരു സിംഗിൾ ഡോറായിട്ട് കിട്ടും. ഓക്കെ, അതിനുശേഷം ഇതിനെ നമ്മൾ 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുത്തതിനെ പുഷ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒരു സിംഗിൾ ഡോറായിട്ട് കിട്ടും. അതിനുശേഷം ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് എ കോമ്പോണൻ്റ് ആണ് ഓപ്ഷൻ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, കോമ്പോണൻ്റ് എന്തിനാന്നുള്ളത്, അത് കൊടുക്കുക. അതിനുശേഷം മൂട്ടർ കൊടുത്തിട്ട് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ കൊടുന്ന് വെക്കുക. എന്നിട്ട് വേറെ ഒന്നും പ്രസ് ചെയ്യാതെ സ്ലാഷ് അടിക്കുക. by3 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3 കോപ്പിയോടെ വരും. ഓക്കെ, 3 കോപ്പി നമുക്കിവിടെ കിട്ടും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, സോറി. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പ്ലെയിൻ ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ വരച്ചതിൻ്റെ ബാക്കി, നമ്മൾ ഒന്ന് മാത്രമല്ല ഡോർ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ അതിൻ്റെ ബാക്കി ത്രിബിളുകൾക്ക് ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ഇതൊക്കെ ഇപ്പോൾ കോമ്പോണൻ്റ് ആണ്, നമ്മൾ കോമ്പോണൻ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒന്നിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനം എഡിറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുക. ഈ പുഷ് പുൾ ടൂൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ആവുമല്ലോ. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പുള്ളി തേച്ചതിന് ശേഷം കീബോർഡിനകത്ത് ഒരു 0.3 അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 0.3 അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഡോറ് സെറ്റായി. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ ഹാൻഡിൽ. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഞാനിപ്പോൾ മുകളിൽ ഈ ഒരു മുകൾ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം മൂട്ടർ കൊടുക്കുക, താഴോട്ടൊരു 3 സെൻറ്റിമീറ്റർ കൊടുക്കുക, ബൈ അടിച്ച് 3 അടിക്കുക. ഓക്കെ, സ്ലാഷ് ഇട്ടിട്ട് 3 അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 3 കോപ്പി കിട്ടും. നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും കോപ്പി എടുക്കുമ്പോൾ സ്ലാഷ് അടിച്ച് എത്രയാണോ നമ്പർ കൊടുക്കുന്നത് അത്രയും കോപ്പി നമുക്ക് കിട്ടും. അതിനുശേഷം ഈ പെൻസിൽ ടൂൾ കണ്ടോ, ലൈൻ ടൂള്, ഇതിൻ്റെ പേരാണ് ലൈൻ. അത് കീബോർഡിനകത്ത് എല്ലാം അടിച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂൾ വരും. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക, പുഷ് പുൾ ടൂൾ എടുത്തിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഡോറ് വരയ്ക്കുക. ഈ ഏരിയയിലൊക്കെ ഡോറ് വരച്ചിട്ട് സെറ്റാക്കുക. ഡോറുകൾ സെറ്റ് ചെയ്തതിനു ശേഷം ഈ കോർണർ വരുന്ന ഭാഗത്ത് നമുക്കൊരു പീസ് കൊടുക്കേണ്ടി വരും. ഒരു ഡമ്മി പീസ് ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ കൊടുത്തിട്ട് അതിനെ ജസ്റ്റ് ഈ ഒരു സൈസിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. സ്കെയിൽ ടൂൾ എടുക്കുക, ഒരു 0.5 ഇവിടെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം സ്കെയിൽ ടൂൾ എടുത്തിട്ട് ഇതിനിങ്ങോട്ടേക്ക് സ്കെയിൽ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം എല്ലാം കൂടി സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ക്യാബിനറ്റ് കാര്യങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിൻഡോൻ്റെ ഫ്രണ്ടിലാണ് സിങ്ക് വരുന്നത്. പിന്നെ ഇവിടെ അടുപ്പ് സ്റ്റൗവ് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫ്രിഡ്ജ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ വിൻഡോൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പിന്നെ സ്റ്റൗവ് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കട്ട്ലറി യൂണിറ്റ് കൊടുക്കാം. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഫുള്ള് ഡോറ് കാര്യങ്ങൾ വരച്ചിട്ട് പിന്നെ ഡിലീറ്റ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു കട്ട്ലറി യൂണിറ്റ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഡിലീറ്റ് ആക്കുക. അതിന് ശേഷം ഈ ഒരു സംഭവത്തിനെ മേക്ക് യൂണീക്ക് അടിക്കുക. അതായത് ഇത് കോമ്പോണൻ്റ് ആണല്ലോ, നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഫുള്ള് എഫക്റ്റ് ആവും. അത് എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, മേക്ക് യൂണീക്ക് അടിക്കുക. അതിന് ശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അതിന് ശേഷം ആദ്യത്തെ ഒരു ഡ്രോയർ ഒരു 15 സെൻറ്റിമീറ്റർ, അപ്പോൾ അത് മാർക്ക് ചെയ്യുക. താഴെ ഭാഗം സെലക്ട് ചെയ്തിട്ട് മൂട്ടർ കൊടുത്ത് മൂവ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക, താഴോട്ട് വെക്കുക, ഒരു 0.5 ഗ്യാപ്പ് കൊടുക്കുക, മേക്ക് യൂണീക്ക് അടിക്കുക. ഇതൊരു 20 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഒരു 5 കൂടി എക്സ്ട്രാ പുഷ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ കോപ്പി എടുക്കുക, മേക്ക് യൂണീക്ക് അടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ കട്ട്ലറി യൂണിറ്റ് സിമ്പിളായിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ സിങ്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ 3D മോഡലുകളൊക്കെ നമുക്ക് 3D വെയർഹൗസ്, CG ടിപ്സ് പറഞ്ഞിട്ടുള്ള സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് നോക്കിയിട്ട് എടുത്താൽ മതി. അതിനുശേഷം ഇപ്പോൾ നമുക്ക് വേണ്ട പ്ലേസിലേക്ക് കൊടുന്ന് വെച്ചതിന് ശേഷം ട്രിപ്പിൾ ക്ലിക്ക് നമ്മളെ ഈ കൗണ്ടർ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ വരയ്ക്കുക സെൻറ്ററിൽ. അതിനെ താഴോട്ടൊരു പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടായി പോകും. അതായത് എൻഡിലെത്തിക്കഴിഞ്ഞാൽ അത് കട്ടായി പോകും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ സിങ്കായി.
നമുക്ക് ഈ ഒരു സംഭവത്തിന് ഒരു ഡ്രോയറായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു സംഭവം മേക്ക് യൂണീക്ക് അടിക്കുക. ഓക്കെ, ഇതപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോഴേ ഇതിപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഇത് കുറച്ച് സ്പേസ് വലുപ്പം കൂടുതൽ കണ്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ ഹാൻഡ് റെയിലിൻ്റെ വലുപ്പം രണ്ടും തമ്മിൽ മാറ്റം വന്നു. ഇപ്പോൾ കണ്ടോ, ഒരു ചെറിയ മാറ്റം വന്ന് കണ്ടോ രണ്ടും തമ്മിൽ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഓപ്പൺ ചെയ്തിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹാൻഡിൽ വരുന്ന ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം സെലക്ട് ആവും. പിന്നെ സ്കെയിൽ ടൂൾ അടിക്കുക, എസ് അടിക്കുക. അതിനുശേഷം ഈ ഒരു സംഭവത്തിന് സ്കെയിൽ ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഒരു നമുക്കൊരു ഓയിൽ പുൾ ഔട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സംഭവം മേക്ക് യൂണീക്ക് അടിക്കുക. ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ കൊടുക്കുക, 20 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിയിട്ട് അതിനെ ഡ്രോയറാക്കി മാറ്റാം. മേക്ക് യൂണീക്ക് അടിക്കുക. ഓക്കെ, അത് നമ്മൾ ഡ്രോയറാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക്